ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ ഒരു കിട്ടിലൻ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. ഋതുവിനെ പറ്റിക്കാനായിട്ട് പ്രതാപൻ നോക്കിയപ്പോൾ പ്രതാപൻ ഇട്ടുന്ന ഒരു കിട്ടില മുട്ടൻ പണിയാണ് സേതുവും പല്ലവിയും ഹരിയൊക്കെ ആയിട്ട് കൊടുത്തത്. പക്ഷേ ആ ഒരു പണി കാരണം അപകടം പറ്റിയത് പല്ലവിക്കാണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെ ഒക്കെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ വലിയൊരു അപകടത്തിലാണ് സേതുവും പല്ലവിയും വന്ന് പെട്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഋതുവിനെ പ്രതാപൻ പറ്റിച്ചു. അപ്പോൾ ഋതുവാണ് ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സേതുവും പല്ലവി അവിടേക്ക് വന്നത്. എന്നാൽ പ്രതാപൻ ചതിച്ചതാണെന്ന് അറിയാം. പക്ഷെ അത് ഋതു മനഃപൂർവ്വം ചെയ്തതാണെന്ന് പ്രതാപൻ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണെങ്കിലും ചിലപ്പോൾ ഋതു മനഃപൂർവ്വം ഒപ്പിട്ടതായിരിക്കത്തില്ല, അറിയാതെ എങ്ങനെ ഒപ്പിട്ടതായിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എന്നാൽ പ്രതാപനെ നേരിട്ട് പോയി അടിച്ചൊതുക്കാനാണെന്നുണ്ടെങ്കിൽ കേസ് വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്നറിയാം. ആ സമയത്താണ് ഹരി തൻ്റെ സുഹൃത്തുക്കളായ ഓട്ടോക്കാരെ വിളിച്ചിട്ട് ഇതേപോലെ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്. പിന്നാലെ തന്നെ അവർ വന്നു, നേരെ പ്രതാപനെയും കൂട്ടരെ എല്ലാം അടിച്ചൊതുക്കി. പ്രതാപന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെല്ലാം ഇറങ്ങി ഓടിപ്പോയി. പ്രതാപനെ അടിച്ചൊതുക്കി നേരെ പ്രതാപനെയും കൊണ്ട് താഴോട്ട് വരുവാണ്. ഈ ഒരു ഗുണ്ടകൾ ഓടിപ്പോയ സമയത്ത് ഒരാൾ പല്ലവിയെ ചെറുതായിട്ട് തട്ടുകയും പല്ലവി പോയി വീണു. ഇപ്പോൾ വീഴാനായിട്ട് പോയപ്പോൾ ടേബിളിൽ പല്ലവിയുടെ കൈ ഇടിച്ചു. അതൊന്നും കാര്യമാക്കാതെയാണ് പല്ലവി നിന്നത്. അങ്ങനെ പ്രതാപനെ താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പ്രതാപനോട് സേതു ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ എന്താണ് നമ്മുടെ കരുത്ത് എന്താണ് എന്ന് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ എന്നൊക്കെ പ്രതാപനോട് ചോദിക്കുകയും അവസാനം പ്രതാപൻ പറഞ്ഞു, എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, ഞാൻ അറിയാതെ ചെയ്തതാണ്, ഇനി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രതാപനെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഋതുവിന് ഒരുപാട് സന്തോഷം തോന്നി. തൻ്റെ ഏട്ടനില്ല എന്നുണ്ടെങ്കിൽ താൻ എന്ത് ചെയ്തേനെ എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് ഋതുവിന് വന്നു. എന്നാൽ പല്ലവി കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സേതു കാര്യം ചോദിച്ചു. എന്നാൽ അയാൾ എന്നെ തട്ടിയപ്പോൾ കൈ പോയി ഇടിച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സേതു പല്ലവിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുവാണ്. പിന്നാലെ ഹരിയും പോയി. എന്നാൽ ഋതു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കുറുപ്പമാവൻ പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, കൂടെ ഒരു ഏട്ടനുള്ളത് എത്രത്തോളം നല്ലതാണ് എന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായോ? ഒരു ഏട്ടനുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനും ഏതിനും ഏട്ടൻ കൂടെ കാണും എന്ന് നീ മനസ്സിലാക്കണം എന്ന് അവിടെ പ്രതാപന്റെ ഈ ഒരു പ്രവൃത്തിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഋതുവിനോട് കുറുപ്പമ്മാവൻ പറഞ്ഞു. സേതു ഉള്ളത് എത്രത്തോളം നന്നായി എന്നുള്ള കാര്യങ്ങളൊക്കെ കുറുപ്പമ്മാവൻ ഋതുവിനോട് പറഞ്ഞു. അപ്പോൾ ഋതുവിന് ഒരു മനസ്സലിവ് തോന്നി, താൻ ചെയ്തത് തെറ്റായി പോയോ, സേതുവിനെ അകറ്റി നിർത്തിയത് ഒരു തെറ്റായോ എന്നുള്ളൊരു ചിന്ത അവിടെ ഋതുവിന് തോന്നി. ഈ സമയത്ത് മറ്റൊരു സംഭവം പല്ലവിയുടെ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പാറുവിനെ വിദേശത്തേക്ക് അയക്കാനായിട്ട് മാഷും ശോഭയും തീരുമാനിച്ചു. അങ്ങനെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ. അപ്പോൾ പാസ്പോർട്ട് ശരിയാക്കണം. അതിന് വേണ്ടിയിട്ട് പാറുവിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനായിട്ട് ശോഭയുടെ സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ പാറുവിനെ സ്റ്റേജിൽ പോകാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. അത് ശോഭയാണെങ്കിലും മാഷാണെങ്കിലും നിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുമെന്ന് പറയുമ്പോഴും പാറു അതിനെല്ലാം എതിർത്ത് താൻ പോകത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ്. ഈ സമയത്ത് പിന്നെ അതിനുശേഷം പാറു വിശ്വയെ കാണാനായിട്ട് പുറത്തു പോയി. വിശ്വ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും പറയുന്നത് നീ കേൾക്ക്, നീ പോ, സ്റ്റേറ്റ്സിൽ പോ, അതിൽ നല്ലത്, നിനക്ക് ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോഴും തനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാട്ടിൽ നിന്ന് ഡോക്ടറേറ്റ് എടുക്കണം. രണ്ട്, നിന്നെ കാണാനായിട്ട് പറ്റത്തില്ല. അത്രത്തോളം പാറു ഇപ്പോൾ വിശ്വയെ സ്നേഹിക്കുന്നുണ്ട്. ഈ സമയത്ത് പല്ലവിയും കൂടെ സേതു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്റ്റിങ് ഇടണമെന്ന് പറഞ്ഞു. കൈക്ക് ചെറുതായിട്ട് പൊട്ടലൊന്നുമില്ല, പക്ഷെ ചതവുള്ളത് കൊണ്ട് തന്നെ സ്റ്റിങ് ഇട്ട് കുറച്ച് ദിവസം നടന്നേ മതിയാകൂ എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുവാണ്. മാത്രമല്ല ഫുൾ ബെഡ് റെസ്റ്റ് വേണം, നല്ലതുപോലെ റെസ്റ്റ് എടുക്കണം, ഒരു കാരണവശാലും കൈ അനക്കാൻ പാടില്ല എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ വീട്ടിലേക്ക് എത്തി. പൂർണിമയും സ്വാതിയും പിന്നെ അച്ചു, ഹരിയും, ബേബി ചേച്ചി എല്ലാവരും ഓടി വന്നു. പല്ലവിയോട് കാര്യങ്ങൾ ചോദിച്ചു. ഇതിനിടയിൽ എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഇതേപോലെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരിക്കുവാണ്. അതിനിടയിൽ പ്രതാപന്റെ ചതിയെ പറ്റിയും പൂർണിമയോട് സേതു പറയുകയുണ്ടായി. എന്തായാലും സേതുവും പല്ലവിയും ഉള്ളത് കൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റിയതെന്നൊക്കെ പൂർണിമ പറയുന്നുണ്ട്. കൂടാതെ ഹരിയുടെ സുഹൃത്തുക്കളാണ് ഈ പ്രതാപനെ അടിച്ചൊതുക്കാനായിട്ട് സഹായിച്ചത് എന്നുകൂടി സേതു പറഞ്ഞു. അപ്പോൾ ഇതേപോലെ പല്ലവിക്ക് ഫുൾ റെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ പല്ലവിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്ന്
സേതു ഇങ്ങനെ ഉറപ്പിച്ച് പറയുവാണ്. എന്തായാലും പല്ലവിയുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ തമ്മിൽ ഒന്നിക്കാൻ പോകുമല്ലേ, അതുകൊണ്ട് പല്ലവിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് സേതു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പല്ലവിയുടെ എല്ലാ കാര്യങ്ങളും സേതു ഇപ്പോൾ നോക്കുവാണ്. രാത്രി ഭക്ഷണം വാരിക്കൊടുത്തു. പല്ലവി വേണ്ടാന്ന് പറഞ്ഞപ്പോഴും സേതു തന്നെ അത് വാരിക്കൊടുക്കാനായിട്ട് തയ്യാറായി. സ്വാതി അച്ചുവും കളിയാക്കിയപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് ഞാനല്ലേ പല്ലവിയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്, പല്ലവിക്ക് കൈവേദനയാണെങ്കിൽ എൻ്റെ നെഞ്ചു വേദനിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചത്. അങ്ങനെ പല്ലവി പറയുന്നുണ്ട് തൻ്റെ അച്ഛനും അമ്മയും നാളെ വരും, അപ്പോൾ ഞാൻ അവരുടെ കൂടെ പോകുവാണ്, ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കുമല്ലേ, എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ബുദ്ധിമുട്ടാകില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി സേതു നോക്കുന്ന ആ ഒരു രംഗമുണ്ട്. അത്രത്തോളം സ്നേഹത്തോടെ നിന്നിട്ടും പല്ലവി പോകുവാണല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഒരു സങ്കടം. രാവിലെ തന്നെ പല്ലവിയെ കാണാനായിട്ട് തൻ്റെ അച്ഛനും അമ്മയും വന്നു. പല്ലവിയെ കണ്ടു, കെട്ടിപ്പിടിച്ചു. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പല്ലവി തിരികെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാണെന്നും അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം എന്ന് പറയുമ്പോൾ അവിടെ സേതു പറഞ്ഞു അത് ബുദ്ധിമുട്ടാവത്തില്ലേ, അവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ പല്ലവിയെ നോക്കാനായിട്ട്, പക്ഷേ ഇവിടെ ആണെങ്കിൽ അച്ചുണ്ട്, സ്വാതിയുണ്ട്, ബേബി ചേച്ചിയുണ്ട്, പിന്നെ ഞാനുണ്ട്, അങ്ങനെ 4 പേര് പല്ലവിയുടെ കാര്യങ്ങൾ നോക്കത്തില്ലേ, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് സേതു പറയുന്നത്. സേതുവിൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും പല്ലവിയോടുള്ള ആ ഒരു പ്രണയമാണ് ശോഭയ്ക്കും മാഷിനും ഒക്കെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.